ആദിലയും നൂറയും കൂടെ ഇരുന്നിട്ട് നോമിനേഷൻ പ്ലാൻ ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ആര് നോമിനേറ്റ് ചെയ്യണം, ആരെ ഓരോ കാരണങ്ങൾ സഹിതം ഈ ആദില നൂറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഇതുപോലെയൊക്കെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് റിപ്പീറ്റ് പറഞ്ഞു കൊടുക്കണം. ഓർമ്മയുണ്ടല്ലോ, ഒന്നുകൂടെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് പറഞ്ഞു കൊടുക്കുവാണ്. ആദ്യം അക്ബറിന്റെ പേര് പറയുന്നു, പിന്നെ നെവിൻ്റെ പേര് പറയുന്നു, പിന്നെ ആരിൻ്റെ പേര് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് പേരെ വെച്ച് നോമിനേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ആദില അക്ബറിന്റെ പേര് പറയും, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള നൂറയും അക്ബറിന്റെ പേര് പറയും. ആദില ഒന്ന് ചിലപ്പോൾ ആരിൻ്റെ പേര് പറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നെവിൻ്റെ പേര് പറയാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പുറം വരുമ്പോഴത്തേക്ക് നൂറയുടെ ഭാഗം വരുമ്പോഴത്തേക്ക് നൂറ നെവിൻ്റെ പേര് പറയും. അപ്പോൾ ആദില ഓരോ ആൾക്കാർ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ എന്തൊക്കെ റീസണാണ് നോമിനേറ്റ് ചെയ്യാൻ പറയേണ്ടതെന്നൊക്കെ വരെ പറഞ്ഞു കൊടുക്കുവാണ്. ഇതെന്തുവാണ് ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ലേ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ട് ഇതൊക്കെ വിഷ്വല് കാണിച്ച് വേണം ചോദിക്കേണ്ടത്. കാരണം ഇവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇവർ വന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്ലെയറാണ് അല്ലേ. ബിഗ് ബോസ് പിന്നെ ഇവരെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ, കാരണം ഇവരെല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടായിരിക്കാം ബിഗ് ബോസ് പറഞ്ഞത് ഇനി ഒരു കാര്യം ചെയ്ത് നിങ്ങൾ 2 പ്ലെയറായിട്ട് കളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്ലെയറാക്കി ബിഗ് ബോസ് തന്നെ ഇവരെ വേർതിരിച്ച് വിട്ടയാണ്. എന്നിട്ടും ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് ബിഗ് ബോസ് വീട്ടിൽ കയറിയ അന്ന് തൊട്ട് ഇതുവരെ ഇവർ ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്, ഗ്രൂപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ഇവിടെ ലൈവിനകത്ത് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുകയാണ് രണ്ടുപേരും കൂടെ. അക്ബറിന്റെ പേര് പറഞ്ഞു, ആദിലെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നൂറയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു കഴിവുമില്ലാതെ പോകുന്ന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് നൂറ. ഇവരെയൊക്കെ ആരുടെ വോട്ട് കൊടുത്ത് നിലനിർത്തുന്നത്? എവിക്റ്റാക്കി കളയാനുള്ളതിനല്ലേ? സത്യം പറഞ്ഞാൽ ഒട്ടും ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരെ അല്ല ഈ ആദിലയും നൂറയും. നൂറയാണെങ്കിൽ ഒട്ടും ഡിസർവ് അല്ല. ഇതിനെയൊക്കെ എന്നേ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ലക്ഷ്മിയെക്കാളും ഇതിനേക്ക് ഈ 2 എണ്ണത്തിനേക്കാളും എത്രയോ ഭേദമായിരുന്നു ലക്ഷ്മി എങ്ങനെയാണ് ഔട്ടായതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ സ്മാർട്ടായിട്ട് സ്ട്രോങ് ആയിട്ട് പറയേണ്ടടുത്ത് കാര്യങ്ങൾ നിലപാടോടുകൂടി പറയുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി എങ്ങനെ ഔട്ടായെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലുള്ള വാഴകൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു നോമിനേഷൻ പറയാൻ പോലും നിലപാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെ ബിഗ് ബോസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് കാണിച്ചിരുന്നുണ്ട്, നല്ല രീതിയിൽ കാണിച്ചിരുന്നുണ്ട്. ചിലപ്പം ഈ ആഴ്ച ചോദിക്കുമായിരിക്കാം, ചോദിക്കാതിരിക്കും. കാരണം ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്നേ ചോദിക്കണമായിരുന്നല്ലോ. കാരണം എല്ലാ നോമിനേഷനും ഇവർ ഡിസ്കസ് ചെയ്ത് ഇവർ പറയുന്ന രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരേ ആൾക്കാർ ഒരേ റീസൺസ്. എന്തുവാടെ ഇതൊക്കെ? ഇവർ രണ്ട് പ്ലെയർ അല്ലേ? ഇവർക്ക് ഒരു സാലറി അല്ലല്ലോ കിട്ടുന്നത്, 2 പേർക്കും കൂടെ അല്ലേ സാലറി കൊടുക്കുന്നത്. അപ്പം നോക്കി, സത്യം പറഞ്ഞാൽ ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ മണ്ടന്മാരാ. കാരണം അവരെന്തോ അവിടെ വാഴകളായിട്ടിരുന്നിട്ട് 2 പേരും കൂടെ പൈസ അവർ മേടിച്ച് പോക്കറ്റ് വെക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് നിലനിർത്തുന്ന ആൾക്കാർ ഭൂലോക തോൽവികൾ. അപ്പോൾ അക്ബറിന്റെ പേര് പറയുന്നുണ്ട്. അപ്പം അക്ബർ ഇതുപോലെ നെവിനെ അടിമയാക്കി കൊണ്ടു നടന്ന് കൺസിഡർ ചെയ്ത് കളിക്കുവാണ്. അതുപോലെ അക്ബറിന് എന്തും ആവാം. അക്ബർ ഇതുപോലെ മറ്റുള്ളവരെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അക്ബറിന് എന്തോ ആവാന്നുള്ള രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ നീ പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ പറയാന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് പറഞ്ഞു കൊടുക്കുവാണ്. ഇനി മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട്, ഇനി മറന്നുപോയാലോ. എന്നിട്ട് നെവിൻ്റെ പേര് പറയുന്നു. നെവിൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം വെറുപ്പീര് സംഭവമാണ്. അതുപോലെ ലാലേട്ടൻ്റെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണ്, നെവിൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ ശരി തന്നെ. പക്ഷെ ഇവിടെ ഈ നെവിനെ അക്ബറിനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞത് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യമാണ്. കാരണം നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ്? അവർ രണ്ടും ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് അല്ലേ? അങ്ങനെയല്ലേ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നോമിനേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളെ നോമിനേറ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. അല്ല ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് നോമിനേറ്റ് ചെയ്യുന്നത് അത് ചീപ്പ് പരിപാടിയാണ്. ചീപ്പ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. അപ്പോൾ ഇവരും കൂടെ ചിന്തിക്കണം. കാരണം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ സംഭവം ഈ പറഞ്ഞിട്ടുള്ള കപ്പിൾസൊക്കെ ആയിരിക്കാം. പക്ഷേ ഓൾറെഡി അവിടെ കയറിയ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞതാണ് ഇൻഡിവിജ്വൽ പ്ലെയർ ആണ്, നിങ്ങൾ 2 പ്ലെയർ ആണ്, 2 പ്ലെയറായിട്ട് നിന്ന് കളിക്കാനാണ് പറഞ്ഞത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇൻഡിവിജ്വൽ പ്ലെയർ, ഇപ്പം ഒരു പ്ലെയർ ആണെങ്കിൽ ഇപ്പം ഇവരിപ്പം ചെയ്യുന്നതെല്ലാം ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പണപ്പെട്ടി വരുന്ന സമയത്ത് ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഇവർ പോവാന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറയാണ്, പോവാന്നുണ്ടെങ്കിൽ 2 പേരും കൂടെ പുറത്തു പോകണം.
അതാണ് വേണ്ടുന്നത്. കാരണം ഗെയിമും ഈ പറഞ്ഞിട്ടുള്ള ഗെയിമിലെ കാര്യങ്ങളും ഈ നോമിനേഷനും ജയിൽ നോമിനേഷനും ഈ പറഞ്ഞിട്ടുള്ള നോമിനേഷനും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ഇവർ മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത് ഒരുമിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതും ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകണം. പണപ്പെട്ടി ഇവർക്ക് ഒരു നോട്ടമുണ്ട്. കാരണം ഇവർ ഓൾറെഡി ലൈവിനകത്ത് പറഞ്ഞാണ്. കാരണം ഒരാൾ നിൽക്കും, ഒരാൾ പുറത്തു പോകും. എനിക്ക് തോന്നുന്നു നൂറ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകും. ആദിൽ അവിടെ നിൽക്കാനാണ് ചാൻസ്. ഞാൻ ആദ്യം കരുതിയത് ആദിൽ ചിലപ്പം പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകും, നൂറ അവിടെ നിൽക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദിലെ കുറച്ചുകൂടെ ഇതായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ നോമിനേഷൻ ഡിസ്കസ് ഒട്ടുമിക്ക കാര്യങ്ങളും നൂറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കുരുട്ട് ബുദ്ധിയുള്ള ഒരാളാണ് ആദില. അപ്പം എന്തായാലും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നൂറ എടുത്തുകൊണ്ട് പോകും, ആദില അവിടെ നിൽക്കുകയും ചെയ്യും. കാരണം പുള്ളിക്കാർ ഈ പറഞ്ഞിട്ടുള്ള കുരുട്ട് ബുദ്ധി കാണിച്ച് മുമ്പോട്ട് പോകുന്നൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദിലെ. എന്തായാലും ഇത് ചീപ്പ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് പിന്നെ രാവിലെ ആര്യൻ്റെ മുട്ട ആരോ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഈ 2 മുട്ട വെച്ച് കൊടുത്തായിരുന്നല്ലോ. അപ്പം ഷാനവാസ് അനീഷിൻ്റെ മുട്ട 2 മുട്ട ഷാനവാസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളവരെല്ലാം മുട്ട കഴിച്ചു. അപ്പം ആര്യൻ ഒരു മുട്ട കഴിച്ചു, ഒരു മുട്ട അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആര്യൻ്റെ ഒരു മുട്ട കാണുന്നില്ല. ഇനി ഇത് ആരാന്ന് തെളിയുന്ന സമയത്ത് ഇതൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ വിഷ്വലിട്ട് കാണിച്ചു കൊടുക്കണം. കാരണം ആ സമയത്ത് ഇവരെങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയാം. കാരണം ഈ പറഞ്ഞിട്ടുള്ള ഇതിപ്പോൾ അനുവോ അല്ലെങ്കിൽ അനീഷോ ഷാനവാസോ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഏതൊക്കെ രീതിയിൽ ഇവരത് മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിച്ച് പ്രശ്നമാക്കിയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ അത് ഭയങ്കര വിഷയം തന്നെ ആക്കിയാണ് അല്ലേ. അതുപോലെ പാവയുടെ കേസ് പറഞ്ഞ പോലെ ഒരു വിചാരണ തന്നെ നടത്തിയാണ്. അപ്പം ഇത് ആരാ എടുത്തതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ, കാരണം ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു എങ്ങനെയാണ് ഇവരെ ഗ്രൂപ്പിസം കളിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ നെവിൻ പറയുന്നുണ്ട് ഞാനല്ല എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആദില, നൂറ, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളാണോ എന്നൊരു ഡൗട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരെ എടുത്തതായിട്ട് എനിക്ക് ലൈവിൽ അവർ ചർച്ച ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്ന് ലൈവിനകത്ത് ഇവരെ റേഷൻ വന്നപ്പോഴത്തേക്ക് ഒരു ഓറഞ്ച് കൊടുത്തായിരുന്നു. അപ്പോൾ 2 ഓറഞ്ച് എടുത്ത് ഈ ആദില മോഷ്ടിച്ചിട്ട് അനുവിൻ്റെ പോക്കറ്റിലോട്ട് കൊടുക്കുന്നുണ്ട്. നീ ഇത് ഒളിപ്പിച്ചു പോയി, നമുക്കിത് കൊണ്ടുപോയി കഴിക്കാം, ഒരെണ്ണം നൂറയ്ക്കും വേണ്ടിയിട്ട് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ആദില നൂറയുടെ കൂടെ കൂടിയിട്ട് അനുവിനും കൂടെ ഒരു നെഗറ്റീവ് ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവരിപ്പോൾ മോഷണം ഫുള്ള് ഇവരെ ഈ ആദിലയും നൂറയും കൂടെ ചേർന്നിട്ടാണ് അവിടെ ഉള്ള പല കാര്യങ്ങളും ഇപ്പോൾ മോഷ്ടിക്കുന്നത്. എനിക്ക് തോന്നുന്നു മുട്ടയും ഇവരാണ് മോഷ്ടിച്ചെന്ന ഒരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം നെവിൻ്റെ ഭാഗത്ത് നെവിൻ അങ്ങനെ മോഷ്ടിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആര്യൻ്റെയും അതുപോലെ അക്ബറിൻ്റെയും കൂടെ നിന്നിട്ട് അവരെ സാധനങ്ങൾ മോഷ്ടിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഡൗട്ട് ആദിലയും നൂറയാണ് എനിക്ക് ഡൗട്ട്. ലാസ്റ്റ് എല്ലാം കൂടെ അനുവിൻ്റെ തലയിലോട്ട് ഇട്ട് കൊടുക്കും. ഇന്ന് തന്നെ രാവിലെ ഓറഞ്ച് എടുത്തിട്ട് അനുവിൻ്റെ പോക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ വീക്കെൻഡ് എപ്പിസോഡ് ഇതൊക്കെ കാണിക്കും. ഇത് കാണിച്ചിട്ട് അനുവിനെ ഫയർ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.